എനിക്ക് ആദ്യ റാങ്ക് എത്താൻ സാധിച്ചതിൽ എൻട്രിയുടെ പങ്ക് വളരെ വലുതാണ്. ബിടെക് കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ നാട്ടിലൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി, അത് കേരളത്തിലായിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇടയ്ക്ക് ഇത് കഴിയുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എൻട്രി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് യൂട്യൂബിൽ എൻട്രിയുടെ മോഡൽ ക്ലാസ്സുകൾ കണ്ടാണ്. അങ്ങനെ എനിക്ക് ആ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയും ഞാനതിൻ്റെ ഫീസൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീയും ഒരു ക്വാളിറ്റി ക്ലാസ്സുമാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഒരു വേക്കൻസി ആണെങ്കിലും നമുക്ക് ഒന്നാം റാങ്ക് നമുക്ക് നേടാൻ കഴിയും. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് നോക്കാൻ കഴിയില്ല എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലും. അപ്പോൾ ഈ എൻട്രിയുടെ ഈ ഓരോ മൊഡ്യൂളും കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് അത് കാണുന്നതോടുകൂടി നമുക്ക് എല്ലാം റീകളക്ട് ചെയ്യാനും നമുക്ക് നല്ലൊരു റിവിഷൻ മെത്തഡായിട്ടും എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് നസീഫ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് എൻ്റെ സ്വദേശം. എനിക്ക് ഈ അടുത്ത് കേരള PSC നടത്തിയ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാമിന് 1ാം സ്ഥാനം നേടുവാനായി. ഒരു എക്സാമിന് 1ാം റാങ്ക് നേടാനായി എന്നൊരു വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ +2 കഴിഞ്ഞ് ബിടെക് ജോയിൻ ചെയ്യാൻ നേരത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് പറഞ്ഞത് KSEBയിൽ ഇലക്ട്രിക്കൽ എടുക്കൂ, KSEBയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആവാമെന്ന്. അങ്ങനെ ആ ഒരു ഗോള് എഞ്ചിനീയറിങ് കഴിഞ്ഞത് മുതലേ എനിക്കുണ്ടായിരുന്നു. എഞ്ചിനീയറിങ് കഴിഞ്ഞത് 2013-ലാണ്. ഇപ്പോൾ ഏകദേശം 10 വർഷമായി ഞാൻ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എടുത്തത്. ഇടയ്ക്ക് ഇത് കഴിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് ഇങ്ങനെ 1ാം റാങ്ക് നേടാനായി. അത് ഞാൻ PSCയുടെ 2 ഘട്ടം കണ്ടിട്ടുണ്ട്. അതായത് PSCയുടെ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വരിക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ജോലി കിട്ടാൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് ജോലി കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് ഒരു വേക്കൻസി ആണെങ്കിലും നമുക്ക് 1ാം റാങ്ക് നമുക്ക് നേടാൻ കഴിയും. കാരണം 1ാം റാങ്ക് നമുക്ക് നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് ഈ 1ാം റാങ്ക് മേടിക്കുന്നതും. അങ്ങനെ അതിനായിട്ട് പ്രത്യേകിച്ച് ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടൊന്നുമില്ല, എല്ലാവർക്കും കഴിയും. അങ്ങനെ എനിക്കും കഴിഞ്ഞു, നിങ്ങൾക്കും കഴിയും. നമ്മളെ ടെക്നിക്കൽ എക്സാമിലേക്ക് കടന്നു വരുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. നമുക്കൊരു പോസ്റ്റ് മതി, അപ്പോൾ നമുക്കത് കഴിയും, നമുക്ക് 1ാം റാങ്ക് കിട്ടാൻ കഴിയും. കാരണം നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് 1ാം റാങ്ക് മേടിക്കുന്നത്. ഇപ്പോൾ 2025 ഒരുപാട് ടെക്നിക്കൽ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി, യൂണിവേഴ്സിറ്റി, അതിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വളരെ 1-2 ഒഴിവുകളേ ഉള്ളൂ. സോ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുക, കാരണം 1ാം റാങ്ക് നമുക്ക് നേടാൻ കഴിയും. അത് നമ്മളെ കൊണ്ട് സാധിക്കും. എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ആദ്യം ഞാൻ എൻട്രിയിൽ ജോയിൻ ചെയ്തു. എൻട്രിയുടെ ക്ലാസ്സുകൾ മുഴുവനായി കേൾക്കുക എന്നുള്ളതായിരുന്നു. ക്ലാസ്സുകൾ മുഴുവനായി ഓരോന്ന് കേട്ട് മറ്റ് ബുക്കുകൾ വെച്ചിട്ട് നമ്മൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, കൃത്യമായി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് പല ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് കൃത്യമായി തിയറി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതർ സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ്, IAS ക്വസ്റ്റ്യൻസ്, ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബിലായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുക, അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ രീതി. അപ്പോൾ നമ്മുടെ പുതുതായി ബിടെക് കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ നാട്ടിലൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി, അത് കേരളത്തിലായിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ കേരള PSC തന്നെ, അപ്പോൾ KSEB AE, KSEB സബ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, PWD AE, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനാണെങ്കിൽ ഒരുപാട് അവസരം നമുക്ക് KSEB തരുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു വഴി. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ജോലി ചെയ്യാൻ കഴിയും. എൻട്രി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് യൂട്യൂബിലെ എൻട്രിയുടെ മോഡൽ ക്ലാസ്സുകൾ കണ്ടാണ്. അങ്ങനെ എനിക്ക് ആ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയും ഞാനതിൻ്റെ ഫീസൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീയും ഒരു ക്വാളിറ്റി ക്ലാസ്സും എനിക്ക് ഇന്ന് കിട്ടിയത്. എനിക്ക് ആദ്യ റാങ്ക് എത്താൻ സാധിച്ചതിൽ എൻട്രിയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം എൻട്രിയുടെ ക്ലാസ്സുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക് മുതൽ ഹൈ ലെവൽ വരെയുള്ള ക്ലാസ്സുകൾ എൻട്രിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻട്രിയിലെ പിന്നെ ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ ബൂസ്റ്റർ സീരീസ് അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് നോക്കാൻ കഴിയില്ല എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലും. അപ്പോൾ ഈ എൻട്രിയുടെ ഈ ഓരോ മൊഡ്യൂളും കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് അത് കാണുന്നതോടുകൂടി നമുക്ക് എല്ലാം റീകളക്ട് ചെയ്യാനും നമുക്ക് നല്ലൊരു റിവിഷൻ മെത്തഡായിട്ടും എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻട്രിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അതിൽ നമുക്ക് അവരുടെ ആപ്പിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. എല്ലാ എക്സാമിനും ഓരോ എക്സാമിനും പലതരത്തിലുള്ള അതിൻ്റെ സിലബസ് അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ എൻട്രിയിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അതെനിക്ക് ഉപകാരപ്പെട്ടു. പിന്നെ എൻട്രിയിലെ
നല്ല ക്ലാസ്സുകളായിരുന്നു. സാറന്മാർ ഇപ്പോൾ അരവിന്ദ് സാർ, മിഥുൻ സാർ പോലുള്ളവരുടെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസാണ് എനിക്ക് അതിൽ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത് നമുക്ക് റിവിഷനൊക്കെ വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും ബിടെക് കഴിഞ്ഞവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കേരള PSC ഇതേപോലെ ഓഫീസർ പോസ്റ്റുകളിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, പോളി ലെക്ചർ, അങ്ങനെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് ഇത് കഴിയും. കാരണം ഇത് നമുക്ക് പരിശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനായിട്ട് ദൈവന്മാരെയും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇത്. നമ്മൾ കൃത്യമായി എക്സാം ഏതാണെന്ന് അറിയുക, എക്സാമിൻ്റെ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുക, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പോസ്റ്റിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ബിടെക്കിൻ്റെ കൂടെ തന്നെ ഈ PSC പ്രിപ്പറേഷനും കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും അധികം വൈകാതെ തന്നെ ബിടെക് കഴിഞ്ഞ് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതുപോലുള്ള ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതിന് ശേഷമുള്ള തസ്തിക എന്ന് പറയുന്നത് ഇപ്പോൾ KCBയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിലും അത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് തുടങ്ങുന്ന പോസ്റ്റ് തന്നെ ഓഫീസർ ലെവലിലുള്ള പോസ്റ്റുകളാണ്. അതിന് താഴെയുള്ളത് വർക്കർ പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മളൊരു ബിടെക് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളെപ്പോഴും ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ അതൊന്നും നമ്മളെ കൊണ്ട് കിട്ടില്ല, നമുക്ക് ഡിപ്ലോമ ലെവൽ മതി എന്ന് നോക്കാതെ ബിടെക് ലെവലിലുള്ള ഇതുപോലുള്ള ഓഫീസർ പോസ്റ്റുകളിലേക്ക് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും കഴിയും. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.